വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാലഞ്ചിനായിട്ട് ജെഫിനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടാണ്. ഇവർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. പേര് പറഞ്ഞു ആഫ്റ്റർനൂൺ ബൈ ഏഞ്ചൽ. നിന്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരല്ല, നിന്റെ പേര് പറഞ്ഞുകൊണ്ട് കാര്യം ഏഞ്ചൽ അറിയിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ക്ലേ കൊണ്ട് ഇതുപോലത്തെ ഒരു ക്യൂട്ട് പൂ ഉണ്ടാക്കണം. പിന്നെ ഫ്ലവർ ഒരു എടാ എൻ്റെ ടൂത്ത് പിക്ക് അവിടെ പോയി. നിന്റെ ടൂത്ത് പിക്ക് ഇത് ഞങ്ങളുടെ ടൂത്ത് പിക്ക് ആട്ടെ. കോല് ഒരു വീഡിയോ ടൂത്ത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ കോല് ഇത് ചെയ്യാനായിട്ടുള്ള ബോർഡ്. ഫസ്റ്റ് റൗണ്ടിലായിട്ട് ഈ ഫ്ലവർ, സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ കണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ആദ്യത്തെ റൗണ്ടിൽ അവർ ശല്യപ്പെടുത്തിയിട്ട് ഈ 4 കളറും അവരെടുത്തോണ്ട് ഈ കളർ വേണം. ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഓക്കെ ഞങ്ങളിപ്പോൾ നമുക്ക് തുടങ്ങട്ടോ. നമുക്ക് നേരെ റൗണ്ടിലായിട്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഞാൻ ഇവിടെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ക്ലേ എടുക്കാം പറ്റില്ല. ഞാൻ വലിയ ഫ്ലവർ ഉണ്ടാക്കും. യൂട്യൂബിൽ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറയുന്നേട്ടോ പലപ്പോഴും നമ്മൾ സൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഒരു കൊളാണ്. അപ്പൊ ഞാൻ അത്ര സെൽഫാക്കിയിട്ടുണ്ട്. ഇവന്റെ പ്രശ്നം ഇതാണ്, നമ്മളൊരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നത്. മെസ്സിയുടെ സാധനമാണ്. ഞാനൊരു മൊത്തം ഉണ്ടാക്കിയിട്ട് ഇത് എന്തുവാണ്? അപ്പുറത്തെ വീട് പണി നടക്കുവാണ്. അവിടെ വീട് വെക്കാം പണി തുടങ്ങി. അതുകൊണ്ട് ഞാനിവിടെ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. ജോലി ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ കാച്ച് കുത്തി 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 ഇവരതൊക്കെ കോളാക്കിയിട്ടുണ്ട് കുറച്ച്. അതുകൊണ്ട് കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റിയേക്കണം. ഇതെന്റെ ഫോണിന്റെ റൗണ്ടാണ്. അവൾ മോഷ്ടിക്കില്ല അതിലാണ് വിചാരിക്കുന്നത്. ക്യൂട്ടായി ഒട്ടിപ്പിടിച്ച് വെക്കണ്ടേ. മാക്സിമം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഫ്ലവറിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കേട്ടോ. നിങ്ങൾ എൻ്റെ ഫ്ലവറിന് പ്രത്യേകിച്ച് കുഴപ്പമില്ല. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കിപ്പം കിട്ടില്ല. അവളുടെ കോപ്പി അടിക്കാനായിട്ട് കാരണം 22-ാം തീയതി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് മുട്ടലുണ്ടാക്കി. ഒരു മുട്ടല്ലേ ഞാൻ ലാസ്റ്റ് ഭംഗിയായിട്ടാണ് നോക്കുന്നത്. ടൈമിംഗ് വേണമെങ്കിൽ വെക്കാറുണ്ട്. ടൈമിംഗ് ഒന്നും വേണ്ട, ഞാൻ കാര്യം പോലെ വിടാം. ടൈമിംഗ് ഇവിടെ വരെ എനിക്ക് നല്ല കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. ഇതെന്തുകൊണ്ട് ചെറുതായി ഭയങ്കര പാടാട്ടോ എനിക്ക്. ഞാൻ വേറെ രീതിയിൽ നോക്കാം. ഇവിടെ ഞാൻ ഇത്തിരി ഓവർ സ്മാർട്ടിന് ലാസ്റ്റ് ആയാലും തീരുമാനം നോക്കാം. ഇതുപോലത്തെ കറക്റ്റ് പെർഫെക്ഷൻ ഉണ്ടായാലാട്ടോ. ഇതിനത്രയും ക്ലേക്കുണ്ടോ കണ്ടു. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ കണ്ടു. അത് നേരത്തെ കണ്ടതല്ലേ. അയ്യോ എൻ്റെ ടൂക്കാണേ. എനിക്ക് തോന്നുന്നു പറ്റാത്ത അവിടെ ഉണ്ടത് ഞാൻ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുണ്ടാക്കിയാലും ഏതെങ്കിലും ഒരു സാധനം കഴിക്കുമോ എവിടെയെങ്കിലും ചെറുതോ ഇവിടെ വെച്ചിങ്ങനെ പയ്യെ പയ്യ ജുവലെ നീ ഉണ്ടാക്കുന്ന പോലെ എല്ലാ വീടുകളും ഇതുപോലെ കറക്റ്റ്. അയ്യോ എൻ്റെ ദൈവമേ, ഫുള്ള് കൊളായിപ്പോയി. ബുദ്ധിപരമായിട്ട് ചെയ്യാം. കാണിക്കാവേ. അതായത് വരുന്നുണ്ട്. യെസ് 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 ഫൈനലി ഞാനത് ഫൈനലി ഒരതാണ് ഞാനൊരായി. അയ്യോ അവള് പെർഫെക്റ്റ് ആയി. ഞാൻ ഫുള്ള് മാറ്റിട്ടൊന്നും കൂടെ ചെയ്തു. അയ്യോ വെച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പ്രൊഫഷണൽ കൂടിക്കൂടി അടുത്ത തന്നെ പൊക്കോളൂ. എനിക്കറിയാലോ. അടുത്ത റൗണ്ടിൽ അടുത്ത റൗണ്ടിൽ വ്യത്യസ്തമായ ഒരു സാധനമായിട്ട് നിങ്ങൾ കാണാൻ പോകും. അടുത്ത റൗണ്ടിൽ ഇവിടെ കുഞ്ഞു പീക്കിലായി പോയാൽ മതിയാണ്. സെയിം കിട്ടില്ല നമുക്ക്. ഞാൻ പിന്നെ ഒരു കുഞ്ഞ റൗണ്ട് എടുത്തിട്ടുണ്ട്. മോഷ്ടിച്ചല്ലേ? എനിക്ക് മോഷ്ടിക്കുന്ന സ്വഭാവം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പ്ലീസ് മതി. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മറന്നു. കളർ വേറെ
കുഴപ്പമില്ല. പിന്നെ കളർ പോയി കയറിയത് പ്രശ്നമുണ്ട്. ഞാൻ വളരെ സൂക്ഷ്മതയായിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇവിടെ ഞാൻ ഭയങ്കര സ്ലോ ആയി പോയിട്ടോ. എനിക്കൊരു പെൻസിൽ എന്തായാലും ചെറിയൊരു പീസായി. അത് ഞാനിങ്ങനെ മടക്കി കൊടുത്തവരെ എനിക്ക് വളരെ ഞാൻ അവിടെ പറയുള്ളൂ. ഗൈസ് ഇതെനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല. വരട്ടെ, പറയാൻ വരട്ടെ. അവിടെ ഇപ്പൊ തന്നെ നല്ലത് അതിനായിട്ടോ ഫ്ലാറ്റ് തന്നെ എൻ്റെ കുഴപ്പമില്ലാണ്ട് വന്നത് രസമുണ്ട്. അടുത്ത് ഇനിയാണ് കാണാൻ പോകണം. അടുത്ത് പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ സ്റ്റിക്കിനായത് മറന്ന് വെച്ച ഇതിൽ കൊണ്ട് കുറച്ച് എന്തോ ഒരു കാലത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കഴിയുമ്പോൾ ഞാൻ എല്ലാം നോക്കി എന്തൊക്കെയോ അതിനെ പറ്റി ചെയ്യുന്നത്. ഞാൻ എന്ത് ചോദിച്ചില്ല. ഞാനും തിരിച്ചു ഫ്രണ്ട്സിൻ്റെ സെക്കൻഡ് ഏതായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. നമ്മളെ ഫസ്റ്റ് എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ പക്ഷെ അതെനിക്ക് ഒരു കുഴപ്പമില്ല. വീഡിയോ തുടങ്ങിയപ്പോൾ എനിക്ക് കൈ തൊട്ടിപ്പിടിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളായിരുന്നു. ഇപ്പം കൈ കൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് പറ്റില്ല, ഇപ്പം ചെയ്യിക്കുന്ന കണ്ടുപിടിക്കാൻ പറ്റില്ല. എൻ്റെ സമയത്ത് വളരെ ഒരു ചെറിയ ഉറപ്പൊക്കെ ഹലോ അവിടെ നിൽക്കുന്ന കളറൊക്കെ അവിടുത്തെ ഗ്രീൻ ഗ്രീൻ ആ കയ്യിലൊക്കെ എൻ്റെ വോയിസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. ഒരു പണിയൊന്നും ഇങ്ങോട്ടേക്ക് തരാം. ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ ക്ഷമിച്ചു. ചിലപ്പോ അവര് പറയും രണ്ട് അടിപൊളിയായിട്ടുണ്ട്. അതൊരിക്കലും സാധ്യമല്ല. ഏതെങ്കിലും പറയാനാണ് വീട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തു. ഇതോടെ ഫിനിഷ് ആയിട്ടുണ്ട്. അടിപൊളി. ഞാൻ വിചാരിച്ചു ഞാൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് എനിക്ക് കുറച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താ ഇഷ്ടപ്പെടും കേട്ടോ. ശരി, ഇത്തിരി കൂടി പറഞ്ഞു പോവാണല്ലോ. ഇവളുടെ ഭാഗ്യമൊക്കെ ഇവളുടെ ലക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മിക്കാലും വീഡിയോസ് സ്പെല്ലൊക്കെ ചെയ്യാൻ തരുന്നത്. ഇത് കുറേ നിലനിർത്തും. അവസാനം നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പൊക്കെ ചെയ്തോ. അല്ലെങ്കിൽ നമ്മൾ തീരുമെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് നാലാമത്തെ കഴിഞ്ഞ പരുവത്തിലുള്ളത് ഓക്കെ അവൾ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഓൺ ചെയ്തതാണ്. അല്ലെങ്കിൽ അവർ ഫുള്ള് തീരുമ്പോഴായിരിക്കും ഓൺ ചെയ്യും. നോ ഗൈസ്, ഞാൻ ഓരോ ഇതിലൊക്കെ എഴുതിയിരിക്കും. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ അടവ് അത് കാണിക്കാൻ. എൻ്റെ മൂന്നാമത്തെ അവിടെ അഞ്ചാമത്തെ ഉണ്ടാക്കുന്നു. അഞ്ചാമത്തെ കഴിഞ്ഞപ്പോൾ എൻ്റെ എങ്ങനെയാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ ഒരു ഈ ലുക്കിലൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ വരച്ച് അങ്ങനെ ഇവിടെ ഓണാക്കാൻ പറയാട്ടത്. നിങ്ങൾക്ക് ഇവിടെ നാലാമത്തെ ഇതിൽ ഞങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട്. ഇവിടെ ചുമ്മാ അറിയാണ്ട് അമ്മയ്ക്ക് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് കറക്റ്റായിട്ട് ഇപ്പം തന്നെ. ഞാനിത് കൈ കൊണ്ട് പിടിച്ചാൽ ഫുള്ളും പോവാം. എൻ്റെ കയ്യിൽ ഫുള്ളും ഒട്ടി. എന്നിട്ട് പോവാൻ കഴിയില്ല. കൂടെ കുഴപ്പമില്ലാണ്ട് എൻ്റെ നല്ല ഭംഗിയുണ്ട്. എൻ്റെ എൻ്റെ ഫുൾ ചെയ്ത് തരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. എന്തോ എൻ്റെ കൈക്ക് എന്തോ പ്രശ്നമുണ്ട്. എത്രാമത്തെ അഞ്ചാറാമത്തെ ഉണ്ടാക്കും ഞാൻ അഞ്ചാമത്തെ ഓക്കെ റെഡിയായിട്ട് വന്നി. ഇതുവരെ റെഡിയായിട്ട് വന്നതിന് എൻ്റെ ലെഫ്റ്റ് ഉണ്ടാവും. എങ്ങനെ നിങ്ങൾക്ക് നല്ല ലെഫ്റ്റൊന്നുമില്ല എൻ്റെ കളർ. യെസ് യെസ് എൻ്റെ അഞ്ചാമത്തെ പേപ്പർ അഞ്ചാമത്തെ ഇഷ്ടപ്പെട്ടോ എന്തായാലും ഇഷ്ടപ്പെടില്ലേ. ഇതുപോലെ ഭയങ്കര സെറ്റായിട്ടിരിക്കണം. സെറ്റല്ലേ സെറ്റെന്നല്ല സെറ്റത്തിൽ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ലാസ്റ്റ് ആണ് കടി. എനിക്കെന്ത് പറയാം, എന്ത് ചെയ്യാനല്ലേ. പക്ഷെ അല്ല എൻ്റെ കുറേ അവളുടെ നല്ല ലീവ് അങ്ങനെ ഉണ്ടാക്കും. ലീവ് ഞാൻ ഉണ്ടാക്കുന്നു തോന്നില്ല. ഇത്രയും എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ലീഫ് എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളത് ഇപ്പോൾ അവർക്ക് ലീഫ് എന്ന് വെച്ചാൽ ഫ്ലവർ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഫ്ലവർ അടിപൊളിയായിട്ട് ലീഫ് ഇതിൻ്റെ ഇതേപോലെ തന്നെ അടിപൊളി പോയി നോക്കും. എൻ്റെ കൈ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പോകുന്നതുകൊണ്ട് ഇത് എൻ്റെ പുറകെ ഇങ്ങനെ വരാം. എന്തിനാണെന്നറിയില്ല. ഇന്ന് എന്നെ ഇട്ട് കരി കിട്ടിയാൽ പാപ്പ എന്നെ കരി പിടിപ്പിക്കുന്ന വെച്ചാൽ കൈ നോക്കി ആ ഇടകൾ വെച്ചാൽ കാണിച്ചത് ഞാൻ പാടില്ല.
ഇതിപ്പോ ഇഷ്ടമായിട്ടുണ്ട്. ഗൈസ് എൻ്റെ ഒരു രണ്ടാമത്തെ ഫ്ലവർ റെഡി ആവാനായിട്ട് ഹാപ്പി പിന്നെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നോക്കിയിരിക്കാനായിട്ടുള്ളത് പറഞ്ഞത്. അതുപോലെ കഴിഞ്ഞ പോസ് ചെയ്തേക്കാം. എന്താ അതിലതല്ല ഇവിടെ മുന്നേറിക്കൊണ്ടേ വേറെ പറ്റിക്കാൻ നോക്കുന്നത് മഹാവിടായി അതിനേക്കാട്ട് ഉടായ്പാണ് ഈ സാധനം. ഈ സാധനത്തിന്റെ പേര് ഞങ്ങൾ സൺഡേ സ്കൂളിൽ എവിടെ വെച്ചാലേ ഒപ്പം കണ്ടില്ല ആൾക്കാർ. ഒരു കാരണം ഉണ്ടാവും ഈ സാധനം. ഒരു കാരണമല്ല, വഴക്കിടുന്ന ആളാണ് ജുവൽ. അതിനെക്കാട്ടും ഒരു കാരണമില്ലാണ്ട് വഴക്കിടുന്നതാണ് നിങ്ങൾ കണ്ടുവരുന്നത്. ഞങ്ങൾ ശല്യപ്പെടുത്തുന്നത് എന്റെ മൂന്നാമത്തെ എന്താണോ കഴിഞ്ഞ പക്ഷെ ഇന്നത്തെ രസമില്ലാന്ന് ഒരതിൽ നല്ല കഷ്ടപ്പാടോട് കൂടെ ഫ്രണ്ട്സ് ഞാനൊരു കുഞ്ഞിയ ഫ്ലവർ ഒരു വലിയ ഫ്ലവർ പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയത് കുഴപ്പമില്ല. അതെ ഞങ്ങളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഒരു കുഞ്ഞു തുറന്ന് ചെറുതും പോലെ അല്ല കേട്ടോ, സെയിം ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ ഇരിക്കണം. നിങ്ങളിപ്പോ കാണുമ്പോൾ ഒരു 20-21 മിനിറ്റ് ഒക്കെ ഉള്ളൂ. ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഒരു മണിക്കൂർ 5 മിനിറ്റും കൂടെ ഉണ്ട്. എടാ ഒരു കൺപെട്ടെ നിങ്ങൾ വീഡിയോ എടുത്തോണ്ടോ പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല അറിയാലോ. അപ്പോൾ അവരില്ല ഒരു വെള്ള തുണി വെച്ച് ഈ മാങ്ങ അടിച്ച് വെള്ള തുണിയാണ് റിയൽ. എന്നിട്ട് വെള്ള തുണിയാണ് റിയൽ അതിൽ അടിക്കുന്നത്. മാങ്ങയിൽ മസാലയൊക്കെ വരിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ കല്ല് തിരക്കില്ല. അതിന് പകരം മാങ്ങയിൽ ഇവർ ഒരു കുഞ്ഞിൽ അരികളായിട്ടിട്ട് മസാലയും ചെയ്ത് ഉപ്പും മുളക് തേച്ച് അടിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ എടുത്തിട്ട് 1 മണിക്കൂർ തികഞ്ഞിരിക്കുകയാണ്. 1 മണിക്കൂർ 30 സ്ഥലം 2 മിനിറ്റ് 5 മിനിറ്റ് ആണ് തികഞ്ഞിരിക്കണം. 1 മണിക്കൂർ 5 മിനിറ്റ്. നിങ്ങൾ ഇപ്പൊ എന്താ പറയുക തീരുന്നു. രണ്ടാമത്തെ നാലാമത്തെ വെച്ചിട്ട് ഈ രണ്ടാമത്തെ കുറച്ചും ചെയ്യണം. രണ്ട് പൂന്നൽ അട്ടിപ്പൊളിയായിട്ട് ഈ ഞാൻ ലീവ്സും കൂടെ ശരിയാക്കാം. എന്താ നടക്കുന്നത് ഗൈസ് നോക്കി ഗൈസ് നല്ല രസമുണ്ട്. ഗൈസ് 2 ഗ്ലാസ് പട്ടുകൂടായിരുന്നു. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണിച്ചില്ലേ അപ്പൊ ഗൈസ് ഇവരുടെ അനിയനെ പറ്റി കഥ പറയുന്നത് തിരുവനന്തപുരത്ത് ഞങ്ങൾ കഴിഞ്ഞ ഇവരുടെ VBSൽ പോയിട്ടോ. VBSൽ പോയി വന്നപ്പോൾ ഇവരുടെ അനിയൻ ഇവരോട് പറഞ്ഞു ഞാൻ ബാത്റൂമിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞു. ബാത്റൂമിൽ പോയിട്ട് വരാൻ ടീം മെമ്പേഴ്സിനോട് പറഞ്ഞു. അപ്പോൾ അവൻ ബാത്റൂമിൽ പോയി. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും വീട്ടിൽ പോകാൻ നേരത്ത് അവൻ കാണുന്നില്ല. അവൻ ബാത്റൂമിൽ പോകാൻ ഒരു ദിവസം എവിടെ കാണില്ല. ഇവനും ജോണി സാറും ടീച്ചേഴ്സ്മാരും എല്ലാവരും കൂടെ എല്ലായിടത്തും ഇവനെ കാണുന്നേ ഇല്ല. എന്നിട്ട് ശത്രു ഞാനും ഇവിടെ പറഞ്ഞേട്ടോ ഇവിടെ പിന്നെ ഇവരുടെ അനിയൻ ശത്രുവാണ്. പക്ഷേ ഇവിടെ അനിയൻ കാണാൻ ഇവിടെ അവിടെ കരഞ്ഞു. പിന്നെ വീട്ടിൽ അവിടെ റോട്ടി ജീവോണ തിരിച്ചു വീട് അവരുണ്ടെങ്കിലും റോട്ടി പോയി തരാൻ നോക്കിയപ്പോൾ ദിവ്യാങ്കളെ കണ്ടു. ദിവ്യാങ്കളോട് ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ ഇവനെ കണ്ടു. അപ്പം ഇവനോട് പറഞ്ഞു മലയാളം അവിടെ കിടന്ന് പിന്നെ ഒന്നും പറയാതെ എന്നിട്ട് അങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് പറഞ്ഞു. അവൻ വീട്ടിലുണ്ടെന്ന് അപ്പൊ അവൻ പകുതി അറിയില്ല. അവർക്ക് അറിയില്ല വീട്ടിലുണ്ട്. അവനെ കാണിച്ചു കൊഞ്ചം കുത്തി കൊഞ്ചം കുത്തി നിന്നെ തീർക്കുന്നു പറഞ്ഞു. ഇവ നിങ്ങളെ പറ്റി കുറച്ചും പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യണോ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് കുറെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു സബ്സ്ക്രൈബർ വീഡിയോ ചെയ്യാൻ സബ്സ്ക്രൈബർ അയ്യോ അങ്ങനെ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. കുറെ വീഡിയോയിൽ കുറെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം കുറച്ചും കൂടെ ഉള്ളൂ. അത് എണ്ണിട്ടില്ല എനിക്ക് നല്ല രീതിയിൽ എന്നാലും ടൈം കിട്ടും. നിങ്ങൾ എന്തോ അങ്ങനെ ടൈമില്ല. ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കൊരു വർക്ക് കിട്ടും. അത് ഇങ്ങനെ അതാണ് ആദ്യം. പിന്നെ ഏറ്റവും നല്ലോണം ചെയ്യുന്ന മാർക്കുള്ളൂ. ഒരു മിസ്റ്റേക്ക് ഒരു മാർക്കും കളറിന്റെ ഈ പടം എനിക്ക് കളിക്കാൻ പറ്റില്ല. ഇതൊന്നും കൂടുതലില്ല കേട്ടോ. ഞാൻ ആദ്യമേ പറയാം ഇതൊന്നും ഇച്ചിരി
ഓടി വഴി പൊങ്ങി വരുവാണെങ്കിൽ തെറ്റി ഓടി മാറ്റാം. ഇങ്ങടി നമുക്ക് ഇവനെ തന്നെ ജഡ്ജ് ആക്കണോടി. വേണ്ട ഞങ്ങൾക്ക് ഇവനെ ജഡ്ജ് മാറ്റി തെറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇവനെ ജഡ്ജ് ആക്കുന്നില്ല. ഇല്ല പിന്നെ ആക്കി കഴിഞ്ഞാൽ ബാക്കി ഞാൻ ഉറപ്പില്ല. രണ്ടോ മൂന്നോ അപ്പൊ ഞാൻ ഉറപ്പായിട്ട് പറ്റല്ലേ ഇതിനെ ജഡ്ജ് മാറ്റി അത് ജഡ്ജ് മാറ്റിയോ രണ്ടു അത് ഫുൾ മാറ്റില്ലേ. നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റിലേക്ക് നിങ്ങൾ വേറൊരു വീഡിയോ വന്ന് കമന്റ് ചെയ്തിട്ട് ഇവനെയാണോ ജെഫിനെയാണ് ജഡ്ജ് ആക്കേണ്ടത്. അപ്പൊ ഞങ്ങൾ അവരെ ജഡ്ജ് ആക്കിയിട്ട് ഇങ്ങനെ ഏറ്റവും നല്ല ആഗ്രഹം ഇതാ വീട്ടിൽ കൊടുക്കണം. നല്ലൊരു പടമാണ് കുളം ഫസ്റ്റ് നല്ല രസത്തിൽ എന്നിട്ട് പിന്നെ മാറ്റി പോകുന്നത് അതിന് പാടിയായിരുന്നു. ആ പാടും ശ്രദ്ധിക്കും. പാടുന്നത് മുട്ടുണ്ടോ പക്ഷെ നല്ല രീതിയിലാണ് കഷ്ടം അങ്ങനെ കളയാൻ പറ്റുന്നത്. അല്ലാതെ ചേച്ചി 100 മുട്ടി 99 കിട്ടും. പക്ഷെ ഇവൻ പിന്നെ ജഡ്ജ് ആക്കുന്നില്ലല്ലോ. ജഡ്ജാക്കി അല്ല പിന്നെ ഇവ വലിയൊരു തെറ്റാക്കി അവരെന്തായാലും പറയും. എനിക്ക് ജഡ്ജാകണം വെറുതെ ഒന്നും ടൈം ചെയ്ത് അങ്ങനെ വെച്ചിട്ടില്ലേ സ്റ്റിക്കറില്ല പറയൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിനകത്ത് ഏറ്റവും നല്ലോണം മാച്ച് ചെയ്യണ ആരാണ് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറെ ഹോം മെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും രണ്ടുപേരുടെ ഭയങ്കര ഭംഗിയുണ്ട്. സെക്കൻഡ് പാർട്ടിലും നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും. അതിന് എല്ലാവരും കൂടെ വയ്ക്കുകയാണ്. അപ്പം നമുക്ക് നിർത്താം. ഇതിനകത്ത് ഏറ്റവും നല്ല ഇതാണ് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.